ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല നാടൻ ഉള്ളിവടയാണ്. നല്ല ചൂട് ചായയുടെ കൂടെ കറുമുറാന്ന് പറഞ്ഞ് കഴിക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ് അല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല രുചിയിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള അരിയുമ്പോൾ നമ്മൾ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിലോട്ടേക്ക് 1-2 പച്ചമുളക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം മതി, 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടി പിരിയമുളക് പൊടിച്ചിട്ടുള്ളതാണ് 1 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം. അതായത് സവാളയിൽ നിന്നൊക്കെയുള്ള ആ നീരൊക്കെ ഒന്ന് വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലത്. 15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇനി പൊടി എന്ന് പറയുന്നത് നമ്മൾ കടലപ്പൊടിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു 3-3.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ നിങ്ങൾ എത്രയാണോ സവാള എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എല്ലാ ചേരുവകളിലും മാറ്റം വരും കേട്ടോ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ. ഇനിയിപ്പോൾ മൈദ ഒട്ടും വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം, പക്ഷേ മൈദയാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണും കടലപ്പൊടി മൈദയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത്തിരി എണ്ണ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ 1 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ നുള്ളിയിട്ടിട്ട് ചെയ്യില്ലേ, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. വലിയൊരു പാത്രമൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒത്തിരി എണ്ണം ഒരേ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മിക്കവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും ഉള്ളിവട, പക്ഷേ ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനകത്ത് ഗരം മസാല പൗഡർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ പുറത്തുനിന്ന് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നല്ല മൊരിഞ്ഞിട്ട് അതേ ഫ്ലേവറിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ഒരൊറ്റ തവണ ചേർത്താൽ മതി, ആ ഒരു ഫ്ലേവർ എണ്ണയിലോട്ടേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് കളറ് മാറി വരുന്ന ആ ഒരു പാകത്തിനൊന്ന് തയ്യാറാക്കി എടുത്താൽ മതിയാകും. ഒരു ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് കോരാവുന്നതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത് കൂടി നമുക്കതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളതാണ് ഉള്ളിവടയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ചായക്കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ശരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് അതേ രുചിയിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കറിവേപ്പില നമ്മൾ വറുത്ത് കോരിയല്ല അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു ഉള്ളിവട ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൂടി ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ എപ്പോഴും ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മൾ സ്നാക്സൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.